അടുത്തത് ദുൽഹിജ്ജയാണ്. ദുൽഹിജ്ജ മാസം ഹജ്ജിൻ്റെ മാസമെന്ന് അറിയപ്പെടുന്നുവെങ്കിലും പവിത്രമായ മാസങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ഒട്ടനേകം നന്മകൾക്ക് സാക്ഷ്യം വഹിക്കുന്ന ദിനങ്ങൾ ഈ ദുൽഹിജ്ജയിലുണ്ട്. വിശുദ്ധ ഖുർആനിലെ ചില ആയത്തുകളുടെ പരാമർശങ്ങളൊക്കെ വായിക്കുമ്പോൾ അത് ദുൽഹിജ്ജയിലെ 10 ദിനങ്ങളെക്കുറിച്ചാണെന്ന് ഖുർആനിനകത്ത് വരെ പരാമർശമുണ്ട്. വൽ ഫജ്ർ വലയാലിൻ അശ്ർ എന്ന ആയത്തിൻ്റെ വിശദീകരണത്തിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിനെ പോലെയുള്ള സഹാബത്ത് പറയുന്നുണ്ട്, 10 ദിനരാത്രങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുൽഹിജ്ജയിലെ 10 ദിനങ്ങളെക്കുറിച്ചാണ്. മഹാന്മാരായ പണ്ഡിതന്മാർ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹിയെ പോലെ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്ന അൽ മുറാദു ബിഹാ അശ്റ ദിൽഹിജ്ജ, ആ 10 രാത്രികളെക്കുറിച്ച് സൂചിപ്പിച്ച പ്രയോഗം ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങളെക്കുറിച്ചാണ്. അള്ളാഹു സത്യം ചെയ്തു പറഞ്ഞ ശ്രേഷ്ഠമായ ദിനങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അഫ്ളലു അയ്യാമിദ് ദുനിയാ അയ്യാമുൽ അശ്രി. ഈ ഒരൊറ്റ ഹദീസ് മതിയാകും നമുക്ക് നമ്മുടെ ഉറക്കിൽ നിന്നൊന്ന് എഴുന്നേറ്റ് സജ്ജരാകാൻ. അഫ്ളലു അയ്യാമിദ് ദുനിയാ, ദുനിയാവിൻ്റെ ദിനങ്ങളിൽ, ദുനിയാവിലെ ദിനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിനങ്ങളാണ് അയ്യാമുൽ അശ്ർ, ദുൽഹിജ്ജയിലെ 1 മുതൽ 10 വരെയുള്ള ദിനങ്ങൾ. റമദാനിൽ അവസാനത്തെ 10 നമ്മൾ സജ്ജരായി. എന്തേ? ഭയങ്കര ശ്രേഷ്ഠത ഉണ്ട്. അത് രാത്രികൾക്കായിരുന്നുവെങ്കിൽ ദുൽഹിജ്ജയിലെ 1 മുതൽ 10 വരെയുള്ള പകലുകൾക്കൊരു സവിശേഷത. അഫ്ളലു അയ്യാമി ദുനിയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൽ അമലു ഫീ അയ്യാമിൽ അശ്രി, ഈ 10 ദിനങ്ങളിലുള്ള അധ്വാനങ്ങൾ, പ്രവർത്തനങ്ങൾ, അഫ്ളലു മിനൽ അമലി ഫീ ഹാദിഹി, അതിനേക്കാൾ ശ്രേഷ്ഠമായ മറ്റൊരു ദിനത്തിലും നമുക്ക് നേടാൻ കഴിയൂല. കളയരുത്. കളയാതെ ആ സമയങ്ങളെ, ആ ദിവസങ്ങളെ നല്ലപോലെ ഉപയോഗപ്പെടുത്തിക്കോ. മഹാനായ ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി, മഹാരഥന്മാരായ പണ്ഡിതന്മാർ പറയാറുണ്ട്, എന്താ ഇത്ര പ്രത്യേകത പറയാനുള്ളത്? ഇജ്തിമാഉ ഉമ്മഹാത്തുൽ ഇബാദത ഫീ, ഈ ദിനങ്ങളിൽ ഇസ്ലാമിലെ സുപ്രധാനമായ ആരാധനാ കർമ്മങ്ങൾ സമ്മേളിക്കുകയാണ്. അസ്സലാ, നിസ്കാരം വരുന്നുണ്ട്. നോമ്പ് വരുന്നുണ്ട്. ദുൽഹിജ്ജ 1 മുതൽ 9 വരെ വേണമെങ്കിൽ ഇബാദത്തുകൾ കൊണ്ട് ധന്യമാക്കാൻ നോമ്പെടുക്കാം. ദുൽഹിജ്ജ 9 അറഫ ശ്രേഷ്ഠമായ സുന്നത്ത് നോമ്പ് വരുന്നുണ്ട്. വസ്സദഖത്തി, ഇതിൽ സ്വതക്ക വരുന്നുണ്ട്. ഉദ്ഹിയ്യത്ത് വരുന്നുണ്ട്. ധർമ്മം വരുന്നുണ്ട്. വൽ ഹജ്ജ, ഈ 10 ദിനങ്ങളിൽ ഹജ്ജ് കടന്നു വരുന്നുണ്ട്. ഇത് മറ്റൊരു ദിവസത്തിലും മറ്റൊരു മാസത്തിലും വരാത്തതാണ്. ഇത്രക്ക് ശ്രേഷ്ഠത കൊടുത്ത ഈ ദിനങ്ങളിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇബാദത്തുകളായ, സൽക്കർമ്മങ്ങളായ എല്ലാ കാര്യങ്ങളും നമുക്ക് അധികരിപ്പിക്കാം. നോമ്പ് അധികരിപ്പിക്കാം, ദിക്റുകൾ അധികരിപ്പിക്കാം, സ്വതകാത്തുകൾ അധികരിപ്പിക്കാം. ഉളുഹിയ്യത്തിലേക്ക് ഇനിയും പങ്കെടുക്കാത്തവരുണ്ടെങ്കിൽ സമയം അതിക്രമിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും അമാന്തം കാണിക്കാതെ വളരെ പെട്ടെന്ന് നിയ്യത്ത് വെച്ചുകൊണ്ട് ഉളുഹിയ്യത്തിന് പേര് കൊടുത്ത്, അതിന് സംഖ്യ കൊടുത്ത് ഒരുങ്ങി ആ രംഗത്ത് വീണ്ടും ഒന്ന് സജ്ജമാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ ഉളുഹിയ്യത്തിന് വേണ്ടി നിയ്യത്ത് വെച്ച മനുഷ്യരൊക്കെ ചിന്തിക്കണം, ആലോചിക്കണം. ദുൽഹിജ്ജ 1 ആരംഭിച്ചു കഴിഞ്ഞാൽ അറവ് മൃഗത്തിനെ അറുത്ത് കഴിയുന്നത് വരെ അദ്ദേഹത്തിൻ്റെ തലമുടികൾ നീക്കം ചെയ്യാൻ പറ്റില്ല, നഖം വെട്ടാൻ പറ്റില്ല. അതിൻ്റെ മുമ്പേ അവർ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ, ദീനിൻ്റെ വിഷയത്തിൽ ഒരുപാട് ആത്മാർത്ഥമായ സേവനങ്ങൾ ചെയ്യാൻ, ധാരാളക്കണക്കിന് പുണ്യകർമ്മങ്ങൾ ചെയ്യാൻ ഈ ദിനങ്ങൾ നമ്മൾ നല്ല പോലെ ഉപയോഗപ്പെടുത്തണം. വെറുതെ കളയരുത് എന്ന്. നമ്മുടെ ജോലിയെയോ നമ്മുടെ മറ്റു ശുഗലുകളെയോ ഒന്നും ഭാഗമായത് അതിന് പ്രയാസമുണ്ടാകാത്ത വിധത്തിൽ തന്നെയും ഒട്ടനേകം പുണ്യകർമ്മങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഒരു വേള ചെറുതെന്ന് വിചാരിക്കുന്ന ഒരു തസ്ബീഹ് പോലും നമുക്ക് കൂലിയാണ്. കുല്ലു തസ്ബീഹത്തിൻ സദഖത്തുൻ, ഒരു തസ്ബീഹ് പോലും നിനക്ക് ധർമ്മമാണ്. വകുല്ലു തഹ്മീദത്തുൻ സദഖത്തുൻ, ഒരു തഹ്മീദ് ഹംദ് പറയുന്നതും സദഖയാണ്. വകുല്ലു തക്ബീറത്തിൻ സദഖത്തുൻ, ഒരു തക്ബീർ സദഖയാണ്. വല്ലിമാതത്തുൽ അദാ അനി ത്വരീഖി സദഖത്തുൻ, നീ വഴിയിൽ കിടക്കുന്ന ഒരു മാലിന്യം നീക്കം ചെയ്യൽ നിനക്ക് ധർമ്മമാണ്.
അൽ അംറു ബിൽ മഅറൂഫി സദഖത്തുൻ, ഒരു നല്ല കാര്യം ഒരാൾക്ക് പറഞ്ഞു കൊടുത്താൽ ധർമ്മമാണ്. വന്നഹ്യു അനിൽ മുൻകരി സദഖത്തുൻ, ഒരു തെറ്റ് കാണുമ്പോൾ അതിനെ തടുക്കുന്നത് നിനക്ക് സദഖയാണ്. ഒട്ടനേകം മേഖലയുണ്ട്. പുണ്യങ്ങളായ ഇബാദത്തുകളായി പറഞ്ഞെടുത്ത് നമുക്ക് എത്താൻ പറ്റുന്ന മേഖലകളിലൊക്കെ നമ്മൾ എത്തിപ്പെടാൻ വേണ്ടി മത്സരിക്കേണ്ടുന്ന ദിനങ്ങളാണ്. ഫല്യതനാഫസിൽ മുതനാഫിസൂന വമിസാജുഹു മിൻ തസ്നീം, മത്സരിക്കുന്നവർ സ്വർഗത്തിന് വേണ്ടി മത്സരിക്കട്ടെ. തസ്നീമിൻ്റെ സുഗന്ധങ്ങൾ ചേർന്ന ആ സ്വർഗത്തിലെ പാനീയങ്ങൾക്ക് വേണ്ടി മത്സരിക്കട്ടെ എന്ന ഖുർആനിൻ്റെ കൽപ്പനയെ നമ്മൾ നെഞ്ചോട് ചേർക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും പുണ്യമാക്കപ്പെട്ട ഷറഫാക്കപ്പെട്ട ഈ ദിനങ്ങൾ വലിയ സുഹൃതങ്ങളിലൂടെ ധാരാളം പുണ്യങ്ങൾ നേടാൻ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സജ്ജരാകാൻ പടച്ച റബ്ബ് നമുക്കെല്ലാം ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യുമാറാകട്ടെ.